ഹലോ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജോഗ്രഫിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിലെ തമ്പനയിൽ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ, ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പ്ലനേഷൻ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഏത് തരത്തിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്ന് പഠിച്ച സമയത്തൊക്കെ നല്ല ഡീപ്പ് ലെവലിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ ഉപയോഗം ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഡീപ്പ് കയറിയാണ് പോകുന്നത്. നമുക്ക് ഉദാഹരണത്തിന് ശിലകൾ അറിയാം. ശിലകൾ 3 ടൈപ്പ് ഉണ്ട്: ആഗ്നേയശില, അവസാദ ശില, കായാന്തരിക ശില, സ്ഥരിത ശില അല്ലെങ്കിൽ ജലകൃത ശില എന്നൊക്കെ ശിലയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് അവസാദ ശില തന്നെ. ഇത് എന്താണ്? ആഗ്നേയ ശില എന്ന് പറഞ്ഞാൽ പിതൃശില, അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടും. അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഇതിന്നും കൂടെ രൂപപ്പെടുന്നതാണ് ഈ കായാന്തരിക ശില എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാൻഡഡ് ശിലകൾ ഏതുതരം ശിലകൾ എന്നാണ്. ബാൻഡഡ് ശിലകൾ എന്താണ്? എവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്? ഒരിടത്തും പഠിക്കുന്നില്ല അല്ലേ? പക്ഷെ ഉണ്ട്. ശിലകളെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു പോകുമ്പോൾ ബാൻഡഡ് ശിലകൾ ഉണ്ട്. ബാൻഡായിട്ട് കാണപ്പെടും. അതായത് പാളിയായിട്ട് അടുക്കടുക്കായിട്ട് കാണപ്പെടും. അത് ഉത്തരം വരുന്നത് കായാന്തരിക ശിലയാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ ഈ കായാന്തരിക ശിലകളെ കുറിച്ച് പഠിക്കണം. ഫസ്റ്റ് കായാന്തരികം കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് കായാന്തരിക ശിലകളാണ്. ഇത് കൂടുതലും ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. രത്നം, വജ്രം, മരതകമൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിള്, കോട്ട്സൈറ്റ്, അതൊക്കെ ഈ കായാന്തരിക ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ കായാന്തരിക ശില പല ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ടൈപ്പാണ്: ബലതന്ത്ര കായാന്തരിക ശിലയും താപീയ കായാന്തരിക ശിലയും. കായാന്തരിക ശിലകൾ രൂപപ്പെടുന്നത് ബലതന്ത്രമായിട്ടാണ്. അതായത് രാസമാറ്റമൊന്നും ഇല്ലാതെ ബലപ്രയോഗങ്ങൾ വഴി രൂപപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയും ശക്തി പ്രാപിച്ചും ഒക്കെ രൂപപ്പെടുന്നതാണ് ബലതന്ത്ര കായാന്തരിക ശില എന്ന് പറയുന്നത്. ഇനി താപീയ കായാന്തരിക ശില എന്ന് പറഞ്ഞാൽ രാസമാറ്റം കൊണ്ട്, കെമിക്കൽ റിയാക്ഷൻ, രാസമാറ്റം കൊണ്ട് രൂപപ്പെടുന്ന ശിലകളെയാണ്, അങ്ങനെ ഉള്ള കായാന്തരിക ശിലകളെയാണ് താപീയ കായാന്തരിക ശില എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 വെറൈറ്റികളുണ്ട്. ഒന്ന് പ്രാദേശിക താപീയ കായാന്തരിക ശിലകൾ, സമ്പർക്ക കായാന്തരിക ശിലകൾ. ഇതില് ഈ സമ്പർക്ക കായാന്തരിക ശിലകളിൽ വരുന്നതാണ് ഈ ചോദിച്ചിരിക്കുന്ന ബാൻഡഡ് ശില എന്ന് പറയുന്ന സാധനം. അതിനെ കുറിച്ച് എത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇതിൽ താപീയത്തിൽ 2 ടൈപ്പ് ഉണ്ട്: പ്രാദേശികവും സമ്പർക്കവും. പ്രാദേശികം എന്ന് പറഞ്ഞാൽ മാഗ്മയും ലാവയും, ചൂടുള്ള മാഗ്മയും ലാവയും വന്ന് ശിലകളുമായി സംയോജിച്ച് പുനഃക്രമീകരണം നടക്കുന്ന ശിലകളെയാണ് ഈ പ്രാദേശിക കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. ഇനി സമ്പർക്കം, അതിൽ അത്രേ പഠിക്കാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇതിൽ വേറെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ വേണമെങ്കിൽ കൂടിച്ചേരാം. സമ്പർക്ക കായാന്തരിക ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിലകള്, അതൊരു പ്രതിഭാസമുണ്ട്, ടെക്ടോണിക് എന്ന് പറയും. ഈ പ്രതിഭാസം വഴിയാണ് ഇത് രൂപപ്പെടുന്നത്. ഈ ടെക്ടോണിക് ശിലകൾ, ടെക്ടോണിക് പ്രക്രിയ വഴി രേഖീകരണം അല്ലെങ്കിൽ അടരുകളാക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കും. അതായത് ഇങ്ങനെ പാളിയായിട്ട് പുനഃക്രമീകരണം നടക്കും ശിലകള്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് ഈ സമ്പർക്ക കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കായാന്തരീകരണം എന്ന് പറയുന്നത്. സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയുന്നത് അതിൽ ഈ അടുക്കളായിട്ട് കാണപ്പെടുന്നതിന് അറിയപ്പെടുന്ന പേരാണ് രേഖീകരണം അല്ലെങ്കിൽ അടരുകളാകൽ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ശിലയാണ് ഈ ബാൻഡഡ് ശിലകൾ. ആ പ്രവർത്തനമാണ് രേഖീകരണം അല്ലെങ്കിൽ അടരുകളാകൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതില് ഫസ്റ്റ് കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ശിലകളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്ന ഒരു ഓൾഡ് ക്ലാസ് ആണ്. അതൊന്ന് കണ്ടു നോക്കുക, വളരെയധികം യൂസ് ആവും. സാധ്യത നല്ല ഉള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഇതൊക്കെ SCERT NCERT ബേസ് ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ, വളരെയധികം ഉപയോഗിക്കുകയും ചെയ്യും. അടുത്തിടെയുള്ള പരീക്ഷകളെല്ലാം പരിശോധിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാത്ത ഒരു വർഷമില്ല. നദിയുടെ ഒഴുക്ക്, തുടക്കം തൊട്ട് അവസാനം വരെയുള്ള നദിയുടെ ഒഴുക്ക് നോക്കുകയാണെങ്കിൽ അതിനെ 3 ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഉപരിഘട്ടം, അതായത് ആദ്യത്തെ ഘട്ടം.
അടുത്തത് മധ്യമഘട്ടം. ഉപരിഘട്ടത്തിന് ശേഷം അവസാനത്തെ ഘട്ടത്തിന് മുമ്പ് നടുക്കായിട്ട് കിടക്കുന്ന പേര് പറയുന്ന പോലെ മധ്യത്തിൽ കിടക്കുന്ന നദിയുടെ ഘട്ടം. ഇനി അവസാനം വരുന്നതിന് വാർദ്ധക്യ ഘട്ടം. അത് നദിയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഉപരിഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം, അതായത് ഉത്ഭവം, നദിയുടെ ഉത്ഭവം തൊട്ട് തുടങ്ങും. നദി എപ്പോഴും ഉണ്ടാകുന്ന എവിടെയായിരിക്കും? ഒരു കുത്തനെയുള്ള ചരിവിൽ നിന്നായിരിക്കും നദി വരുന്നത്. അല്ലാതെ സമതല പ്രദേശത്ത് നിന്ന് നദി ഉത്ഭവിച്ച് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നദിയുടെ ഉപരിഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്ഭവ പ്രദേശം, അതായത് കുത്തൻ ചരിവുകൾ. ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഉപരിഘട്ടമാണ്. ഈ പോയിന്റുകൾക്കാണ് വില. കുത്തൻ ചെരുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ ഘട്ടമാണ് ഉപരിഘട്ടം. ഇത് കുത്തൻ ചെരുവിൽ നിന്നായതുകൊണ്ട് ഭയങ്കര ഫോഴ്സിനായിരിക്കും ഇത് ഒഴുകുന്നത്. അതുകൊണ്ട് അവിടെ ശക്തമായ അപരദനം കാണും. അപരദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഹിച്ചുകൊണ്ട് പോകുന്നത് മണ്ണും പാറയും അവശിഷ്ടങ്ങളും എല്ലാം വലിച്ചെടുത്തോണ്ട് പോകും. അതിന് ശക്തമായ അപരദനം നടക്കുന്ന ഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ താഴ്വരയും വെള്ളച്ചാട്ടവും കാണപ്പെടും. ഈ ഒരു ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്നു. ഇനി നിക്ഷേപണം ഇല്ല. ഇവിടെ ഈ ശക്തമായ അപരദനം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. ഇവിടെ സൈഡിലൊന്നും നിൽക്കത്തില്ല, എല്ലാം വലിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ഇത്രയാണ് ഉപരിഘട്ടത്തിൽ വരുന്നത്. ഉത്ഭവസ്ഥാനമാണ് ഉപരിഘട്ടം. കുത്തനെയുള്ള താഴ്വരകളിൽ കൂടെ, കുത്തൻ ചരിവുകളിലൂടെയാണ് വരുന്നത്. അവിടെ താഴ്വര കാണപ്പെടുന്നു, വെള്ളച്ചാട്ടം കാണപ്പെടുന്നു, പിന്നെ ശക്തമായ അപരദനം. അതുകൊണ്ട് തന്നെ നിക്ഷേപണങ്ങളില്ല. ഓക്കെ, അറിയാം. ഇനി അടുത്തത് മധ്യമഘട്ടം. മധ്യമഘട്ടം എന്ന് പറഞ്ഞാൽ കുത്തൻ ചരിവ് വഴി ഒഴുകി പിന്നെ ചരിവ് കുറഞ്ഞ അടിവാരത്ത് കൂടി ഒഴുകുന്ന ഘട്ടമാണ്. മധ്യമഘട്ടം. ഇതിൽ ചെറിയ രീതിയിൽ അപരദനം നടക്കും. അതായത് ഇവിടെ നിന്ന് എത്രമാത്രം വലിയ ഫോഴ്സിൽ വലിച്ചെടുത്തോണ്ട് പോയോ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചരിവ് കുറഞ്ഞ അടിവാരമാണ്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ വലിച്ചെടുത്തോണ്ട് പോകത്തുള്ളൂ. ഭയങ്കര കട്ടക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതാണ് ചെറിയ അപരദനം എന്നവിടെ ഒരു പോയിന്റ് വന്നത്. ഇനി നിക്ഷേപണം. ഈ ഘട്ടത്തിൽ അപരദന പ്രക്രിയയിൽ ചെറിയൊരു കുറവുള്ളത് കൊണ്ട് നിക്ഷേപണവും ഉണ്ടാവും. ചെറിയ രീതിയിലൊക്കെ ഇവിടെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണ്, മറ്റ് പദാർത്ഥങ്ങളൊക്കെ അടിയപ്പെടും. അതാണ് നിക്ഷേപണം ചെറിയ രീതിയിൽ ഉണ്ടാവും. ഇനി ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പോയിന്റ് ആണ് യോജിപ്പിച്ച നീർച്ചാലുകൾ കാണപ്പെടുന്നു. യോജിക്കപ്പെട്ട അല്ലെങ്കിൽ യോജിപ്പിച്ച നീർച്ചാലുകൾ കാണപ്പെടുന്നു. എവിടെയാണ്? മധ്യമഘട്ടത്തിൽ. ഇവിടെയാണെങ്കിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? താഴ്വരയും വെള്ളച്ചാട്ടവുമാണ് ഇവിടെ കാണപ്പെടുന്നത്. നീർച്ചാലുകൾ മധ്യമഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് ഇതൊരു PYQ ആണേ. വി രൂപ താഴ്വരകൾ കാണപ്പെടുന്ന നദിയുടെ ഘട്ടം ഏതാണ്? ഇവിടെ താഴ്വര കാണപ്പെടും ഉപരിഘട്ടത്തിൽ. മധ്യമഘട്ടത്തിൽ വി രൂപ താഴ്വരകളാണ്. വി രൂപം അത് പഠിക്കാൻ എളുപ്പമുണ്ട്. വി എന്ന് എഴുതുമ്പോൾ തന്നെ അത്ര നല്ല ആഴത്തിലാണ് കിടക്കണം അല്ലേ? ആഴം കൂടിയ താഴ്വരകളാണ്. വി രൂപ താഴ്വരകൾ എപ്പോഴും ആഴം കൂടിയവയായിരിക്കും. ഈ വി രൂപ താഴ്വരകൾ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യമഘട്ടം. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും കാണപ്പെടും. മധ്യമഘട്ടത്തിൽ കാണപ്പെടുന്നു. എന്താണ് മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും എന്ന് പറയാം. അത് ഇങ്ങനെ ഒഴിവ് വരെയാണ്. ഈ ഒഴിവ് വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിന് ഒരു വളമുണ്ടായി. ഇത് ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ഇവിടെ രൂപപ്പെടുന്ന ഈ ഒരു പ്രദേശം, ഇങ്ങനെ ഒരു പ്രദേശം രൂപപ്പെടുന്നതിനെയാണ് മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ വെള്ളം വന്ന് ഈ മിയാണ്ടറുകൾ രൂപപ്പെട്ട നദി ഒഴുകി ലാസ്റ്റ് ഈ 2 ഭാഗങ്ങൾ യോജിക്കപ്പെടും. അപ്പൊ നദി ഇങ്ങനെയാവും. അതായത് ഇതിലേക്കൂടെ ഒന്ന് ഇങ്ങനെ ഒഴുകും. ഇവിടെ ആൾറെഡി കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അത് ഇങ്ങോട്ടും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ആവുമ്പോ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് പുതിയ ഒരു പ്രദേശമായി മാറി, ഒരു ചെറിയ ദ്വീപ് പോലെ. ഇങ്ങനെ മിയാണ്ടറുകൾ രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട സ്ഥലങ്ങളെ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയും. ഓക്കെ, മിയാണ്ടറും ഓക്സ്ബോ തടാകവും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മിയാണ്ടർ ആകുമ്പോൾ അത് ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ട് ഒരു പ്രത്യേക ദിശയിൽ മാറി വീണ്ടും തിരിച്ചൊഴുകുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു പ്രദേശം ഇവിടെ കര തന്നെയായിരിക്കും. പിന്നെ ഭാവിയിൽ അത് ഇങ്ങനെ ഇവിടെയും കൂടെ യോജിക്കപ്പെടും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഇവിടെ ഇത്ര ഭാഗത്ത് വെള്ളം കാണും. ഈ ഒരു നടുക്ക് ഭാഗത്ത്, ഈ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്ത് കരയായിരിക്കും. അപ്പൊ അങ്ങനെ രൂപപ്പെടുന്നതിന് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകത്തിന് മുമ്പുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് മിയാണ്ടറുകൾ. ഓക്കെ, ഇതാണ് ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ മിയാണ്ടറുകളും ഓക്സ്ബോ തടാകങ്ങളും
നീർച്ചാലുകളും കാണപ്പെടുന്നത് മധ്യമഘട്ടത്തിലാണ്. വിരൂപ താഴ്വരകൾ ആഴം കൂടിയവ അത് കാണപ്പെടുന്നത് മധ്യമഘട്ടത്തിലാണ്. ഇവിടെ താഴ്വരയും കാണും, പുത്തൻ ചെരുവായിരിക്കും, വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നു അല്ലെ. ഇനി വാർദ്ധക്യഘട്ടം. വാർദ്ധക്യഘട്ടമാകുമ്പോൾ എങ്ങനെയാണ്? നദിയുടെ അവസാന ഘട്ടമാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് സമുദ്രനിരപ്പിന് അടുത്ത രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിന് അടുത്ത രീതിയാണ്. നദി പിന്നെ സമുദ്രത്തിൽ ചെന്ന് കയറല്ലേ, അപ്പൊ സമുദ്രനിരപ്പിന് അതേ ലെവലിലോ ഏകദേശം അതിന് അടുത്തുമായിരിക്കും ഈ വാർദ്ധക്യഘട്ടത്തിൽ ജലനിരപ്പ് നദിയിലെ. പ്രളയ സമതലങ്ങളിലൂടെയും ഡെൽറ്റ പ്രദേശങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഡെൽറ്റ പ്രളയ സമതലത്തിലൂടെയും ഡെൽറ്റ പ്രദേശത്തോടു കൂടിയാണ് ഈ വാർദ്ധക്യഘട്ടം കടന്നു പോകുന്നത്. പ്രളയം വരുമ്പോഴല്ലേ നമ്മൾ മരണപ്പെടുന്നതൊക്കെ, അപ്പൊ വാർദ്ധക്യമാകുമ്പോൾ നമ്മൾ മരണപ്പെടത്തില്ലേ. അപ്പം വാർദ്ധക്യം പ്രളയം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. പ്രളയ സമതലത്തോടു കൂടി ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, സ്കൂൾ ടെസ്റ്റ് പോയിന്റ്. വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദിയുടെ ഘട്ടമാണ് വാർദ്ധക്യഘട്ടം. വാർദ്ധക്യഘട്ടം നടക്കാനൊന്നും പറ്റില്ല, നമ്മൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു അല്ലെ. അപ്പൊ പ്രളയ സമതലത്തിലൂടെയും ഡെൽറ്റ പ്രദേശങ്ങളിലൂടെയും വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി ഘട്ടമാണ് വാർദ്ധക്യഘട്ടം. ഇത് ഒരു സമുദ്രനിരപ്പോട് ഏകദേശം അടുത്തായിരിക്കും ജലനിരപ്പ്. ഇനി നിക്ഷേപണം വളരെ കൂടുതലായിരിക്കും, കാരണം വേഗത കുറവായിരിക്കും, അതുകൊണ്ട് നിക്ഷേപണം വളരെ കൂടുതലായിരിക്കും. ഇത്രയാണ് ഈ ഒരു പാർട്ടിലുള്ളത്.